ഡേർട്ടി ഫാർമ, ബിഗ് ഫാർമ, അതിൻ്റെ കെണിയിൽ കേരളം വീണിരിക്കുന്നു. നമ്മളെ സ്പ്രിംഗ്ലറിലൂടെ നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള രോഗം എന്തൊക്കെയാണെന്നുള്ളത് വിറ്റിരിക്കുകയാണ് സർക്കാർ. കോടികൾക്കാണ് വിറ്റിരിക്കുന്നത്. ശബരിമല സ്വർണം മാത്രമല്ല കട്ടിരിക്കുന്നത്, നമ്മുടെ ആരോഗ്യവും അവർ കട്ടിട്ടുണ്ട്, വിറ്റ് കാശാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫോൺ എടുത്താൽ നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് സ്പ്രിംഗ്ലറിലൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് എന്തെല്ലാം ചെയ്യണം, ഏതൊക്കെ മരുന്നുകളുണ്ടെന്നുള്ള പരസ്യം തന്നെയാണ് വരിക. അതാണ് ലോകത്തിപ്പോൾ ഏറ്റവും വില കൂടിയ ഇൻഫർമേഷൻസ്. അപ്പം ആകെക്കൂടെ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം എത്തിയിട്ടുള്ളത്. ഫുഡ് ഇൻഡസ്ട്രിയിലൂടെ ജനങ്ങളെ രോഗികളാക്കുക, കുട്ടികൾക്കെല്ലാം ദിവസവും മുട്ട കൊടുക്കുക. നമ്മുടെ കുട്ടികളുടെ കരളും കിഡ്നിയും തകർക്കാൻ ദിവസമുള്ള ഈ മുട്ട കൊടുക്കൽ മതി. ലോകാരോഗ്യ സംഘടന പറയുന്നത് 2.5 മുട്ടയിൽ കൂടുതൽ ഒരാഴ്ച കഴിക്കരുത്. 2.5 മുട്ടയിലൂടെ ഒരാഴ്ച കഴിച്ചാൽ ഹാർട്ട് അറ്റാക്കിൻ്റെയും ക്യാൻസറിൻ്റെയും സാധ്യത കൂടി. 5.5 മുട്ടയിൽ കൂടുതൽ ഒരാഴ്ച കഴിച്ചാൽ 81% വരെ ക്യാൻസർ സാധ്യത കൂടുന്നുണ്ട്, അറ്റാക്കിൻ്റെ സാധ്യത കൂടുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ സയൻറ്റിഫിക് റിപ്പോർട്ട് കിട്ടുന്നു, സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ പഠനം, മുട്ട സൂപ്പർ ഫുഡാണ്. 60% ശാസ്ത്രീയ പഠനങ്ങൾ മുട്ടയെക്കുറിച്ചുള്ളത് ഫണ്ടഡാണ്. മുട്ട വ്യാപാരികളുടെ ഇൻഡസ്ട്രിയൽ ഫണ്ട് കൊണ്ടുള്ള പഠനങ്ങളാണ്. നമ്മുടെ കുട്ടികളെ ആര് രക്ഷിക്കും? പ്രകൃതി ചികിത്സകര് അവരുടെ സ്കൂളിലേക്ക് എഴുത്ത് രേഖാമൂലം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കുട്ടികളെ അങ്ങോട്ട് അയക്കുന്നത് ചികിത്സിക്കാനല്ല, പഠിക്കാനാണ്. ഒരു മരുന്നും ഒരു വാക്സിനും ഞങ്ങളുടെ കുട്ടിക്ക് നൽകി പോകരുതെന്ന് പ്രിൻസിപ്പാൾമാർക്ക് കത്തുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുകയോ മരുന്നുകൾ എടുക്കുകയോ ചെയ്യരുത്. ഞങ്ങളുടെ കുട്ടികളത് ചെയ്യാറില്ല. ഇനി ഇൻഷുറൻസ് ഇല്ലാതെ ഈ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇൻഷുറൻസ് ആരാ നൽകുന്നത്? ഈ ആശുപത്രി മാഫിയ തന്നെയാണ് ഇൻഷുറൻസ് കമ്പനികൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ആശുപത്രിയിൽ കിടക്കാൻ പറ്റാത്ത രീതിയിൽ ആശുപത്രിയിലെ കാശങ്ങ് കൂട്ടിവെച്ചു. ആശുപത്രിയിൽ പോകുന്ന ആളുകളിൽ ദീർഘകാലം ചികിത്സ വേണ്ടവർ, കൂടിയ വിലയുടെ മരുന്ന് വേണ്ടവരെ തട്ടും, ഇല്ലാതാക്കും. അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം കൂടിയ ചെലവിൽ കൂടുതൽ കാലത്തേക്ക് ഇൻഷുറൻസ് കമ്പനി നഷ്ടം സഹിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ ഒരു ഭീകരതയിലേക്കാണ് നമ്മൾ വീഴുന്നത്. അതുകൊണ്ട് രോഗികളാവല്ലേ. രോഗികളാകുന്നതിന് വലിയ വില കൊടുക്കേണ്ടതായി വരും. വില കൊടുത്താലും ഫലമില്ലാതെയായി വരും. ഒരു കാരണവശാലും നിങ്ങൾ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ അയൽവാസിയായ, നിങ്ങളുടെ വായു ശ്വസിച്ച്, നിങ്ങളുടെ വെള്ളം കുടിച്ച്, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന്, നിങ്ങളുടെ കാലാവസ്ഥയിൽ ജീവിക്കുന്ന തെങ്ങിൻ്റെ വെളിച്ചെണ്ണ, തേങ്ങാപ്പാലിൽ നിന്ന് നിങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുക. പുറത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വെളിച്ചെണ്ണ എലമെൻസ് എന്ന് പറഞ്ഞ് കോഴിക്കോട് നിന്ന് എൻ്റെ സുഹൃത്ത് ടോമി മാത്യു ഇറക്കുന്ന വെളിച്ചെണ്ണയുണ്ട്. ഈ ഓർഗാനിക് ഷോപ്പുകൾ, ചില സൂപ്പർ മാർക്കറ്റുകളൊക്കെ കിട്ടും. വില കൂടുതലാണ്, പക്ഷെ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങാം. എലമെൻസിൻ്റെ വെളിച്ചെണ്ണ. അല്ലെങ്കിൽ നിങ്ങൾ കൊപ്ര നിങ്ങളായിട്ട് ഉണക്കി ആട്ടുന്നിടത്ത് കൊണ്ടുപോയി നിങ്ങളവിടെ നിന്ന് ആട്ടിച്ചെടുക്കണം. ഈ 2 വഴിയേ ഉള്ളൂ. പക്ഷേ ഈ വെളിച്ചെണ്ണകളെക്കാളും നിങ്ങൾ വീട്ടിൽ തന്നെ ചീനിച്ചട്ടിയിലിട്ട് തേങ്ങാപ്പാൽ പതുക്കെ ചൂടാക്കി ഉണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് വലിയ ഗുണമുണ്ട്. ഇരുമ്പ് വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നെല്ലാമാണ് കാരണന്മാർ പറയുക. കുഞ്ഞു കുട്ടികൾക്ക് വരെ അവരത് ഒരു സ്പൂണൊക്കെ കുടിക്കാൻ പോലും കൊടുക്കുമായിരുന്നു. എണ്ണകൾ വേറെ ഒന്നും ഉപയോഗിക്കണ്ട. എള്ളെണ്ണ നല്ലതാണ്, ഒലിവ് ഓയിൽ നല്ലതാണ്. പക്ഷെ ഇതെല്ലാം എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ കിട്ടുന്ന 80%-ലധികം എണ്ണകളും ലിക്വിഡ് പാരഫിൻ ചേർത്തതാണ്, പെട്രോളിയം പ്രൊഡക്റ്റാണ്. ജോൺസന്റെ ബേബി ഓയിലില്ലേ, അതാണ് ലിക്വിഡ് പാരഫിൻ, ബേബി മണ്ണെണ്ണ. അതിലേക്ക് അല്പം 5-10% വെളിച്ചെണ്ണയും
എസൻസും കൂടെ ചേർത്താൽ ഒന്നാം തരം വെളിച്ചെണ്ണയായിട്ട് ഇങ്ങ് കിട്ടും. മാർക്കറ്റിൽ കിട്ടുന്ന നല്ലൊരെണ്ണയും അത്തരത്തിലുള്ളതാണ് എന്നാണ് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് കവറിൽ വരുന്ന, പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്ന വെളിച്ചെണ്ണയെ നിങ്ങൾ വാങ്ങരുത്. എലമെന്റ്സിന്റെ വെളിച്ചെണ്ണ ടോമി മാത്യു ഇറക്കുന്നത് ചില്ലുകുപ്പിയിലാണ്. അങ്ങനെയുള്ള സമർപ്പിതരായ ആളുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് പിന്തുണ കൊടുക്കണം, സഹായം ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ 1-2 ലക്ഷം രൂപ കുറച്ച് നാളത്തേക്ക് കൊണ്ട് കൊടുക്കണം. അവർ കുറച്ചും കൂടെ സേവനം ചെയ്യും. അവരത് തിരിച്ചു തന്നാൽ നല്ലത്. ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് വേണ്ടി ചെയ്യാവുന്ന സഹായം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരാണ് ഇതിനെ സഹായിക്കാനുള്ളത്? അവർ ചക്രശ്വാസം വലിക്കുകയാണ്. ഈ സാധനം അങ്ങനെ വിറ്റ് വലിയ ലാഭമൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ സമർപ്പിതമായി ചെയ്യുന്ന, ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് പ്രസിൻ്റെ അടുത്ത് 10,000 ഹോട്ടലുണ്ട്, മില്ലറ്റ്സ് ഹോട്ടലുണ്ട്. നമ്മൾ ചെന്ന് ആ കഴിക്കുന്നതിൻ്റെ വില കൊടുത്ത് പോകുന്നതുകൊണ്ടൊന്നും അത് നിലനിൽക്കില്ല. 75,000 രൂപയാണ് അതിൻ്റെ വാടക. നമ്മൾ ചെന്ന് സഹായിക്കാതെ ഇതൊന്നും നിലനിൽക്കില്ല. ഇനി 100% വെജിറ്റേറിയൻ അല്ല, നോൺ വെജ് കൂടി ഉണ്ടെങ്കിലും അതും കഴിയുന്നത്ര രാസവസ്തുക്കൾ, കീടനാശിനികൾ കലരാതെ നോക്കുന്ന സംവിധാനങ്ങളും കേരളത്തിലുണ്ട്. അപ്പോൾ ജനങ്ങൾ അവരവരുടെ ഒരു ജീവിത പരീക്ഷണം, ശുദ്ധിക്ക് വേണ്ടിയുള്ള പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പടവുകൾ കയറി ശുദ്ധമായ പ്രകൃതി ഭക്ഷണത്തിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ അധ്വാനം. ഒന്നിച്ച് വെള്ളം കുടിക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം പോലും ഒന്നിച്ച് കുടിക്കരുത്. ഒരു കവിള് അതിൽ ഉമിനീരെല്ലാം കൂട്ടി ഇറക്കണം. 1 മണിക്കൂറിൽ ഇത്രയൊക്കെ വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ടേ ഇത്രയും വെള്ളം കുടിക്കാവൂ. ആ രീതിയിൽ അല്പാൽപമായി കുടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ഒരു ശീലമാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുമാറാത്ത ജലദോഷത്തിൻ്റെ, അലർജിയുടെ അങ്ങനെയുള്ള പ്രശ്നമുള്ളപ്പോൾ പൂർണ്ണ വിശ്രമമെടുത്ത് ഇതുപോലെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. 1 ദിവസമോ 2 ദിവസമോ, അതുകൊണ്ട് തന്നെ മാറും. അപ്പോൾ വെള്ളം കുടിക്കുന്നത് തുരുതുരാ ഗുളുകുളൂ കുടിക്കുന്നതിന് പകരം അല്പാൽപമായി ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. എവിടെ പോകുമ്പോഴും സ്റ്റീലിൻ്റെ കുപ്പിയിലോ ചില്ലിൻ്റെ കുപ്പി ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ആവശ്യമായ, യാത്രയ്ക്ക് ആവശ്യമായ വെള്ളം കരുതണം. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് വെള്ളം കുടിക്കരുത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്ന വെള്ളം നാനോ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് 3 ലക്ഷത്തിലധികം നിറഞ്ഞതാണ്. അതുകൂടാതെ അന്തരീക്ഷത്തിന് ചൂട് വരുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് താലേറ്റ്, ഡയോക്സിൻ വിഷവാതകങ്ങൾ വെള്ളത്തിലേക്ക് വന്നിരിക്കും. അലൂമിനിയ പാത്രത്തിൽ സംഭരിച്ചു വെച്ച വെള്ളവും കുടിക്കരുത്. അലൂമിനിയ പാത്രത്തിൽ നിന്ന് ലെഡ് പോയിസൺ, കൂടുതൽ നേരം വെള്ളം ഇരുന്നാൽ വെള്ളത്തിലേക്ക് ലെഡ് പോയിസൺ വരും. അലൂമിനിയ പാത്രത്തിലെങ്ങാനും വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അലൂമിനിയ പാത്രത്തിൻ്റെ ലെഡ് പോയിസണും അലൂമിനിയം തരികളും ആ വെള്ളത്തിലേക്ക് വരും. ക്ലോറിൻ വെള്ളമാണ് എടുത്തു വയ്ക്കുന്നതെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നിങ്ങൾ കുടിക്കുന്നത്. മൈന്യൂട്ട് അംശമേ വരൂ എന്നുള്ളത് കൊണ്ട് അക്യുമുലേറ്റീവ് ടോക്സിസിറ്റി നിങ്ങളുടെ ശരീരത്തിലുണ്ടാകും. ഈ വിഷാംശങ്ങൾ കൂടി ശരീരത്തിൽ തന്നെ കൂടി മാരകമായ വിഷത്തിൻ്റെ, ക്യാൻസറിൻ്റെ, ഈ വിഷാധിക്യത്തിൻ്റെ ഒരു സ്റ്റേജാണ് ക്യാൻസറിലേക്ക് വരുന്നത്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ടോ? ചായ കുടിച്ചിട്ട് കാര്യമില്ല. 1 ഗ്ലാസ് ചായയ്ക്ക് 8 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കേണ്ടതായി വരും. ചായയിലെ കഫീനും ടാനിനും കഴുകിക്കളയാൻ. നിങ്ങളൊരു കോളകൂടമാണ് കഴിക്കുന്നതെങ്കിൽ ആ 1 കുപ്പി കോളകൂടത്തിൻ്റെ കെമിക്കലുകൾ കഴുകിക്കളയാൻ 21 കുപ്പി വെള്ളം വേണ്ടി വരും ശരീരത്തിന്. അപ്പോഴെല്ലാം നിങ്ങൾ വീണ്ടും കോളയോ ചായയോ കാപ്പിയോ ആണ് എടുത്ത് കുടിക്കുക. അങ്ങനെ നിരന്തരമായി ഡീഹൈഡ്രേഷൻ പിടിക്കുന്ന ശരീരത്തിനാണ് അകാരണ ക്ഷീണവും പ്രമേഹവും പ്രഷർ കൂടലും അലർജിയും ആസ്തമയും തുടങ്ങി ക്യാൻസറും മറവി രോഗവും ഒക്കെ ഉണ്ടാവുന്നത്. ഈ ഹൈഡ്രേഷൻ ശരിക്കും നടക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ശതമാനം രോഗങ്ങളുടെയും കാരണം ഇൻഫ്ലമേഷനാണ്, നീരുവീഴ്ച. അത് നമ്മൾ അറിയില്ല. നല്ലൊരു ശതമാനവും തെറ്റായൊരു ഭക്ഷണം കഴിച്ച്, മൈദയുടെ സാധനം കഴിച്ച്, പഞ്ചസാര കഴിച്ച്, നിങ്ങളുടെ വറുത്തത് കഴിച്ച് നിങ്ങളുടെ കുടലിലുണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല.
ആ ഇൻഫ്ലമേഷൻ തന്നെയാണ് മൂത്ത് മൂത്ത് കൂടി പൈൽസായി താഴെ വന്ന് മുഴക്കുന്നത്. ഇൻഫ്ലമേറ്ററി ആയ ഭക്ഷണം കഴിക്കുമ്പോൾ പൈൽസ് അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ പ്രകൃതി ഭക്ഷണമാണെങ്കിൽ അവൻ അനങ്ങാതെ ഇരിക്കുകയും പതുക്കെ ചുരുങ്ങി ഒരു 3 കൊല്ലമൊക്കെ പ്രകൃതി രീതി ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. പക്ഷെ അതിനിടയ്ക്ക് വീണ്ടും നിങ്ങളുടെ ശരീരത്തിന് ചേരാത്ത ഭക്ഷണം കഴിച്ചാൽ അവിടെ നട്ട്സും ആവാം. പഴം നല്ലതാണ്, പക്ഷെ 100 പേര് പഴം കഴിച്ചാൽ 100 പേർക്കും പഴം നല്ലത് തന്നെ ആവണമെന്നില്ല. അവിടുത്തെ ആ താൽക്കാലികമായ പ്രത്യേകമായ അവസ്ഥയിൽ ഒരാൾക്ക് ആ പഴം ചേർന്നില്ല, ഗ്യാസ് ഉണ്ടാക്കി, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി എന്ന് വരാം. എല്ലാവർക്കും പൈനാപ്പിൾ നന്നാവില്ല, എല്ലാവർക്കും ഓറഞ്ച് നേരെയാവണമെന്നില്ല. നട്ട്സിൽ ചിലർക്ക് കശുവണ്ടിപ്പരിപ്പ് പറ്റില്ല, ചിലർക്ക് കശുവണ്ടിപ്പരിപ്പ് കുഴപ്പമില്ല, ബദാമാണ് പറ്റാത്തത്, വേറൊരാൾക്ക് വാൾനട്ടാണ് പറ്റാത്തത്, ബാക്കി നല്ലൊരു ശതമാനം ആളുകൾക്കും വാൾനട്ട് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കണം, മനസ്സിലാക്കണം. ഏത് പഴമാണ്, ഏത് ഭക്ഷണമാണ്, ഏത് നട്ടാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, എൻ്റെ ദഹനേന്ദ്രിയത്തിന് തൽക്കാലത്തേക്കാണെങ്കിലും യോജിക്കാത്തത് ഏതാണ്, അത് വേണ്ടാന്ന് വയ്ക്കണം. ആരോഗ്യം ശരിയാകുന്നതനുസരിച്ച് അതിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അത് വെയിലുമുണ്ട്. അപ്പം നമ്മുടെ ശരീരം ദുർബലമായാൽ, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ മന്ദിച്ചു പോയാൽ അതിനെ ഉഷാറാക്കാൻ പറ്റുന്നത് സൺലൈറ്റാണ്, സൂര്യപ്രകാശമാണ്, വെയിലാണ്. ആ മാക്രോ സെല്ല് സൂര്യൻ, മൈക്രോ സെല്ല് ഇതിനുള്ളിലുള്ള ഇതിനെ ഉദ്ദീപിപ്പിക്കുന്നത്, ഇലക്ട്രിക് പവർ ശരിയാക്കുന്നത്, ഊർജ്ജസ്വലമാക്കുന്നത് സൂര്യനാണ്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും കരുത്ത് കൊടുക്കുന്നത് സൂര്യനാണ്. അതുകൊണ്ട് ആ സൂര്യനെ രാവിലെ 9 മണിക്ക് മുമ്പുള്ള വെയിലും വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള വെയിലും എത്ര കൊള്ളാൻ സാധിക്കുമോ? വെളുത്ത കോട്ടൺ വസ്ത്രമിട്ട് കൊള്ളണം, കഴിയുന്നതും വെള്ളത്തിലിട്ട് കൂടുതൽ സമയമിട്ട് സോപ്പിൻ്റെ അംശം ഇല്ലാതെ പിഴിഞ്ഞെടുക്കുന്ന തുണിയായിരിക്കണം, പ്രത്യേകിച്ച് വെയിൽ കൊള്ളുമ്പോൾ.